പക്ഷേ മുഹമ്മദ് നബിയുടെ ജനനം തന്നെ വ്യത്യാസപ്പെട്ടതാണ്. മുസ്ലിം കൈരളിയുടെ വിശ്വാസം അനുസരിച്ച്, അതല്ലെങ്കിൽ സുന്നി ലോകത്തിന്റെ വിശ്വാസം അനുസരിച്ച്, കൂടുതലൊക്കെ പലപ്പോഴും പക്ഷേ ശ്രദ്ധയിൽപ്പെടാത്ത ചില ആളുകളും ആദിലാ ബീവി അദ്ദേഹത്തെ മുഹമ്മദ് നബിയെ ഗർഭം ചുമന്നു. അങ്ങനെ 1-ാം മാസത്തിൽ ഒരു മലക്ക് വന്നു, 2-ാം മാസത്തിൽ വേറൊരു മലക്ക് വന്നു, അങ്ങനെ 3-ാം മാസത്തിൽ വേറെ മലക്ക് വന്നു. മലക്കുകൾക്ക് വേറെ പണിയില്ല. ആമിനാ ബീവിയുടെ ഗർഭം താങ്കൾ കൊണ്ട് വരുന്ന മലക്കുകൾ വന്ന് 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 അവസാനം 10-ാം മാസം പ്രസവത്തിനോടനുബന്ധിച്ചു വന്നു. വന്നിട്ട് പറഞ്ഞു, ഹമൽത്തി, ഓ ആമിന, നീ ഗർഭം ചുമന്നിരിക്കുന്നത് ഈ സമുദായത്തിന്റെ നേതാവിനെയാണ്, ഈ സമുദായത്തിന്റെ ഉത്കൃഷ്ട നേതാവിനെയാണ്. അങ്ങനെ പ്രസവം നടന്നു. വിശദീകരിക്കാൻ സമയമില്ല, കാരണം വേറെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. പ്രസവിക്കുന്നതോടുകൂടി ഷാം പട്ടണത്തിലെ സകല പാലസുകളും പ്രകാശിക്കുമാർ രൂപത്തിൽ ആമിനായുടെ ഉദരാന്തരത്തിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വന്നുപോയി. മാത്രമല്ല, പ്രസവിച്ച സമയത്ത് മറ്റ് പലരിൽ നിന്ന് വ്യത്യസ്തമായി ചേരാക്രമം ചെയ്യപ്പെട്ട രൂപത്തിലുമാണ് മുഹമ്മദ് നബിയുടെ ജനനം. അങ്ങനെ തുടങ്ങി പ്രായം ഏറെയാകുന്നതിന് മുൻപ് അബൂ ഐമൻ എന്നൊരു വൃദ്ധന്റെ മുന്നിൽ വെച്ച് മുഹമ്മദ് നബിയുടെ ഹൃദയം പച്ചയിൽ കീറിമുറിക്കുകയും ഒരു മേജർ സർജറി നടത്തപ്പെടുകയും ചെയ്തു. ബുഖാരി. ആ സർജറിയിലൂടെ ഒരു കറുത്ത ഒരു സാധനം പുറത്തേക്ക് എടുക്കുകയും പിന്നെ ഒരു വെളുത്ത സാധനം ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്തു. ബുഖാരി. ഇങ്ങനെ മുസ്ലിം ലോകത്തിന്റെ കുട്ടികൾ ചുരുക്കുന്നുണ്ടോ? നിങ്ങൾ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായി? ഏത് മദ്രസയും ചോദിക്കേണ്ട, എല്ലാ മദ്രസയും പഠിപ്പിക്കും. ഖുർആന്റെ മദ്രസയിൽ മാത്രമേ പഠിപ്പിക്കാതിരിക്കുള്ളൂ. ഖുർആന്റെ മദ്രസയോ അവിടെ മാത്രമേ പഠിപ്പിക്കാതിരിക്കുള്ളൂ. സുന്നത്ത് ജമാഅത്തുകാരുടെ സകല മദ്രസയും അത് പഠിപ്പിച്ചിരിക്കണം. അങ്ങനെ ഒരു സർജറിക്ക് അദ്ദേഹം വിധേയനായി. മനസ്സിലായോ? ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട്, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ദിവസങ്ങളോ മാസങ്ങളോ പോരാ. അങ്ങനെ മരണം, ജനനം, മരിക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കുനിങ്ങൾ ജീവിതത്തിലുടനീളം എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുമ്പോഴേക്ക് സലാം ചൊല്ലാൻ ആര്? അബൂബക്കർ സിദ്ദീഖല്ല, കരിങ്കല്ല്. കരിങ്കല്ലുകൾ സലാം ചൊല്ലുന്നു, വൃക്ഷങ്ങൾ സലാം ചൊല്ലുന്നു. അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും നമ്മുടെ കേരളത്തിലെ 24 കാരറ്റ് സുന്നികൾ പ്രചരിപ്പിക്കുന്നതാണ് ഇത് എന്ന്. അല്ല, 24 കാരറ്റ് സുന്നികൾ പ്രചരിപ്പിക്കുന്ന ഈ ഇത്തരം അനാചാരങ്ങളോടൊപ്പം ഞങ്ങളാണ് ഈ മുസ്ലിം സമുദായത്തെ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും 10-15 കൊല്ലക്കാലം വിമോചിതരാക്കിയത് എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാർ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ മുൻപിലാണ്. മുഹമ്മദ് നബിയെ പറ്റി ഏറ്റവും വലിയ നുണ പറയുന്നവനാണ് ഏറ്റവും വലിയ മുഹമ്മദ് നബിയെ സ്നേഹി എന്ന രൂപത്തിലായിട്ട് നടക്കുന്നത്. ഇങ്ങനെ ഇന്നിപ്പോ വൈകുന്നേരമായി കഴിഞ്ഞാൽ കുട്ടികളുടെ പരിപാടി, അവർ നമസ്കാരം കഴിഞ്ഞാൽ 7 മണി മുതൽ രാത്രി 2 മണി 3 മണി വരെ നീണ്ടു നിൽക്കുന്ന പ്രകടനങ്ങൾ, പ്രസംഗങ്ങൾ. കുട്ടികൾ പ്രസംഗം പഠിക്കുന്ന സുന്നി മദ്രസകളിൽ കുട്ടികൾ പ്രസംഗം പഠിക്കുന്ന ദിവസമാണ്. എന്തൊക്കെ വിളിച്ചു പറയാമല്ലോ, എന്തും വിളിച്ചു വരും, വായിൽ തോന്നിയതോ ഒക്കെ വിളിച്ചു വരും. അവിടെ എന്ത് പറഞ്ഞാലും ആരും അവിടെ ചോദിച്ചിട്ടില്ല. കാരണം എന്ത്? മുഹമ്മദ് നബിയെ കുറിച്ച് എത്രത്തോളം പറഞ്ഞാലും അധികമാകില്ല. മുഹമ്മദ് നബിയെ കുറിച്ച് റബ്ബാണെന്ന് പറഞ്ഞാൽ അധികമാകോ? ഇല്ല. മുഹമ്മദ് നബിയാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അധികമാകോ? ഇല്ല. മുഹമ്മദ് നബി എന്നെ റബ്ബെന്ന് പറഞ്ഞാലോ അതും അധികമാകില്ല. തെളിവുകളോട് കൂടി പറയുള്ളൂ. കാര്യങ്ങളുണ്ടോ? വെറുതെ വിളിച്ചു പറയുന്നത്. നീ മറ്റ് അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും അഴിനത്ത് അറബി ഞാനെന്നോവർ.
എന്താ പറഞ്ഞത്? അഹ്മദ് എന്ന വാക്കിൽ നിന്ന് നീണ്ടുപോയാൽ എന്താണ് അത് സാധനം? അഹ്മദിൽ നീണ്ടുപോയാൽ എന്താണ്? അഹദ്, അത് ഞാൻ തന്നെയാ. വീണ്ടും വീണ്ടും എന്നാണ് അതിലുള്ളതുപോലെ തന്നെ ആ മണ്ണ അതേപോലെ തന്നെ പറയാം. വീണ്ടും എന്നാൽ വീണ്ടും എന്നാണ്. വീണ്ടും ആയിരത്തെ അറബി ഞാൻ അറബി അറബ് എന്നതിൽ നിന്ന് അതിലേക്ക് പോയാൽ എന്താണ് ബാക്കി? റബ്ബ്, അതും ഞാൻ തന്നെയാണ് എന്ന് ആര് പറഞ്ഞു പോയി? അഹ്മദ് നബി പറഞ്ഞു പോയി. ഇത് വന്നതാണത്. മക്കത്തെ മുഹമ്മദ് നബിയല്ല, വേറെ ഏതെങ്കിലും ചങ്ങാതി പറഞ്ഞാൽ നമുക്ക് വരാനില്ല. മക്കത്തെ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, പറയില്ല. കാരണം അദ്ദേഹം ആരാന്നറിയോ? അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് അനുപമമായ സ്വഭാവ സവിശേഷതയുടെ മഹത്തായ ഗുണത്തിന്റെ ഉടമയാണെന്ന്. താങ്കളെങ്ങാനും പരുത്ത സ്വഭാവിയായിരുന്നുവെങ്കിൽ അങ്ങയുടെ പിന്നിൽ അണിനിരന്നവർ അണിനിരക്കില്ലായിരുന്നു, അവർ വേറെ മാർഗത്തിൽ പോയേനെ. ഇത്രയും ആളുകളെ അണിനിരത്താൻ അങ്ങേക്ക് സാധിച്ചത് അങ്ങയുടെ സ്വഭാവം മഹിമയാണ് എന്ന് ഖുർആൻ. പക്ഷെ നിങ്ങൾക്ക് കേൾക്കണോ? സുന്നത്ത് ജമാഅത്തുകാരൻ നബിയെ കേൾക്കണോ? നിങ്ങൾക്ക് ഒരു യുദ്ധത്തിൽ ഭർത്താവ് മരിച്ചു, ഭർത്താവ് മരിച്ചു, പിതാവ് മരിച്ചു, സഹോദരൻ മരിച്ചു, മരിക്കല കൊല്ലപ്പെട്ടു. 3 പേരും കൊല്ലപ്പെട്ട യുദ്ധം കഴിഞ്ഞ് ഞാൻ വരിക. അപ്പൊ യുദ്ധം മുതൽ ഓഹരി വെക്കുന്നൊരു ഏർപ്പാട് കേട്ടോ. യുദ്ധം മുതൽ ഓഹരി വെക്കാൻ. ഓഹരി വെച്ച കൂട്ടത്തിൽ നല്ല അതീവ സുന്ദരിയായ ഒരു പെണ്ണിനെ ഒരു സ്വഹാബിക്ക് ഓഹരിയായി കിട്ടി. ആരോ അന്നുണ്ടാ സ്വീയക്കാരെ ആരോ ഒന്ന് പറഞ്ഞു, നബിയെ ഒരു സാധനത്തിനുണ്ട് ഇന്ന അവർക്ക് കിട്ടിയിട്ടു എന്ന് പറഞ്ഞ് അവരുടെ മഹിമ പറഞ്ഞപ്പോ മുഹമ്മദ് നബി പറഞ്ഞു അവരുടെ വിഷയം. എന്നിട്ട് ആ സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് വേറെ ആളെ തരാം, ഇവിടെ എനിക്ക് തന്നേക്കും. നിനക്ക് ഞാൻ വേറെ ആളെ തരാം, ഇവിടെ എനിക്ക് തന്നേക്കും എന്ന് പറഞ്ഞ് സ്വന്തം വീടെത്തുന്നതിന് മുൻപ് ഒരു ടെന്റ് കെട്ടി പട്ടാള കാവൽ നിർത്തി മധുവിധു ആഘോഷിച്ചുവെന്ന് സുന്നത്ത് ജമാഅത്തുകാർ മുഹമ്മദ് നബിയെ പറ്റി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ സർവ്വമത സത്യവാദത്തെ കുറിച്ച് സംസാരിക്കുന്നത്? നമ്മൾ മറ്റു മതക്കാർ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ അവനാന്റെ മതത്തിന്റെ കാര്യപ്പാട് ഈ കോലത്തിലുള്ളൂ. ഇവരൊന്ന് മുസ്ലിമാക്കിക്കണ്ടേ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവരൊന്ന് തൊപ്പിടിക്കണ്ടേ? നോക്കുടികൾ ഇസ്ലാമിക നിയമം വ്യവസ്ഥയനുസരിച്ച് ഒരു പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവളിൽ പരേതനിൽ അവൾക്ക് കുട്ടിയുണ്ടോ, അവൾ ഗർഭിണിയാണോ എന്നറിയാനൊരു കാത്തിരിപ്പുണ്ട് ഇസ്ലാമിൽ. 4 മാസം 10 ദിവസം അല്ല കേട്ടോ, നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ എനിക്ക് കേസറ്റ് കിട്ടും. ശ്രദ്ധ എന്ന ദുരാചാരം വിനീതനായ ഞാൻ തന്നെ പ്രസംഗിക്കുന്ന കേസറ്റ് കിട്ടും. അതില് 4 മാസവും 10 ദിവസവും എന്ന കണക്ക്, ഞാൻ വിഷയം മാറാനെങ്ങനെ ഓർമ്മിക്കണേ. 4 മാസവും 10 ദിവസവും എന്ന കണക്ക് മുഹമ്മദ് നബിയുടെ കാലത്ത് ലാബില്ല, മറ്റ് ടെസ്റ്റുകളൊന്നുമില്ല. ഒരു പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലെന്നറിയാൻ ചുരുങ്ങിയത് 4 മാസവും 10 ദിവസവും, അഥവാ തനിക്ക് ഗർഭമുണ്ടെന്ന സത്യം ഒരു പെണ്ണ് മറച്ചു വെച്ചാൽ പോലും പുറത്തറിയുന്ന കാലം. ആ കാലം കാത്തിരിക്കണം. എന്തിന്? മറ്റൊരു വിവാഹം കഴിക്കുന്ന കാലാവധി. എന്റെ കാര്യം പെട്ടെന്ന് വിവാഹം കഴിച്ചാൽ പഴയതിന് ഇവർക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടി ആർക്കേതാന്ന ചോദ്യം വരും, അനന്തരാവകാശ പ്രശ്നങ്ങൾ വരും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൂടുതലൊന്നും പറയാൻ കഴിയുമല്ലോ. അപ്പോ 4 മാസവും 10 ദിവസവും അതുകൊണ്ട് അക്കണക്ക് ഒഴിവാക്കാം. അവർക്ക് ഗർഭമുണ്ടോ ഇല്ലേ എന്നറിയാനുള്ള കാലം കാത്തിരിക്കേണ്ടതുണ്ട്. ആ സമയം പോലും കാത്തിരിക്കാതെ ആ യുദ്ധം കഴിഞ്ഞ സ്വന്തം ഭർത്താവ് തന്റെ ജീവിതത്തിൽ നിന്ന് കൊല്ലപ്പെട്ട ദിവസം, തന്റെ സഹോദരൻ കൊല്ലപ്പെട്ട ദിവസം, തന്റെ പിതാവ് കൊല്ലപ്പെട്ട ദിവസം, ഒരു ദിവസം പോലും ഒരു ദുഃഖമാചരിക്കാനോ വിഷം നിൽക്കാനോ സമയമില്ലാതെ ആ പെണ്ണുമായി മധുവിധി ആഘോഷിച്ചു എന്ന് പറയുന്ന ആ നബി നമുക്ക് വേണം. ആ നബിനെ നമുക്ക് വേണ്ടെന്ന് മാത്രമല്ല, കണ്ണാലെ ഒന്ന് കാണാൻ ഭാഗ്യം കിട്ടിയാൽ പടച്ചവൻ അനുഗ്രഹം കൊണ്ട് വലത് കൈകൊണ്ടൊന്ന് താങ്ങും. അത്തരം
ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനകും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമാർഗത്തിൽ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി നിസ്വാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൂതൻ. യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടുള്ള തന്റെ അനുയായികളോട് അലിവും കനിവുമുള്ള പ്രവാചകൻ. മനുഷ്യരോട് ശാന്തിയോടും സമാധാനത്തോടും വർത്തിച്ച പ്രവാചകൻ. മക്കയിലെ സകല മുസ്ലിക്കുകളോടും കാഫിറുകളോടും തന്റെ പ്രഖ്യാപനം, തന്റെ നയം വ്യക്തമാക്കിയ പ്രവാചകൻ. മക്കയിൽ എന്ന് വിളിച്ചപ്പോൾ ഒരാളും കുലുങ്ങിയില്ല. കണ്ണൂർ അങ്ങാടിയിൽ ഓ കാഫിരീങ്ങളെ ഒന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന പൂർത്തിയാകുന്നതിന് മുൻപ് അത് എവിടുന്നൊക്കെ പാർശ്വീകരിക്കാൻ കൊടുത്തുണ്ടാവും. എന്താ കാര്യം? മുസ്ലിം സമുദായമായ നാം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്തെന്ന്. ആരാണ് കാഫിർ? കൊട്ടു തൊട്ടാൽ അവൻ കാഫിർ, മാലയിട്ടാൽ അവൻ കാഫിർ, താലി വെച്ചാൽ അവൻ മുസ്ലിം, തൊപ്പി വെച്ചാൽ അവൻ മുസ്ലിം, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പടച്ചവന്റെ ഉത്തമ മുസ്ലിം. അപ്പൊ ഇതാണ് ഇസ്ലാം, ഇതാണ് മുസ്ലിം, ഇതാണ് കുഫർ, ഇതാണ് കാഫിർ എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കണ്ണൂരങ്ങാണ് ഈ ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് ഈ കാഫിരികളെ വിളിച്ചാൽ പിന്നെ വിളിക്കേണ്ടില്ല അടി. പക്ഷെ മക്കൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിച്ചപ്പോ മക്കത്തുള്ളവരൊക്കെ ചിരിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ ആ കാഫിറാവുള്ള ക്വാളിഫിക്കേഷൻ നേടിയവരാണ് എന്ന സന്തോഷത്തോടു കൂടിയാണ് ആ വിളിയത്. അപ്പൊ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കും നിങ്ങൾ. ഖുർആനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ സകലം അവരുടെ പ്രഖ്യാപനം, അവരുടെ മുദ്രാവാക്യം. മുസ്ലിങ്ങളുടെ മുദ്രാവാക്യം ഏതാണ്? സുന്നികളുടെ അല്ല, ലോക മുസ്ലിങ്ങളുടെ. അവിടെ നമ്മുടെ പ്രസക്തി എവിടെയാണ്? ഖുർആൻ പ്രസ്ഥാനത്തിന്റെ, ഖുർആൻ സംഘടനയുടെ, ഖുർആൻ വിശ്വാസത്തിന്റെ പ്രസക്തി എവിടെയാണ്? ലോക മുസ്ലിങ്ങളുടെ. അറബിയെന്നോ അറേബ്യയെന്നോ ആഫ്രിക്കയെന്നോ പാകിസ്ഥാനെന്നോ ഇന്ത്യയെന്നോ വ്യത്യാസമില്ലാതെ ലോക മുസ്ലിംകൾ എന്നറിയപ്പെടുന്നവരുടെ പ്രഖ്യാപനം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. ഈ പ്രഖ്യാപനം ഖുർആൻ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ഏക ഗ്രന്ഥമാണ് ഏതാണെന്നറിയോ? ഖുർആൻ. അതല്ലേ രസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനം ഖുർആന് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ഏക ഗ്രന്ഥം ഖുർആനാണ്. പക്ഷേ ഖുർആൻ തലയിൽ വെച്ച് നടക്കുന്ന ഒരൊറ്റ മുസ്ലിമും ഈ പ്രഖ്യാപനം ഖുർആൻ വിരുദ്ധമാണെന്ന് അംഗീകരിക്കും. വിശുദ്ധ ഖുർആൻ 2:136, 137, 3:84 ഭാഗങ്ങളിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവാചകനെ മാത്രം അംഗീകരിക്കുകയും അയാളുടെ അനുയായിയാണ് നിങ്ങളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യരുത്. മറിച്ച് നിങ്ങൾ സകല പ്രവാചകന്മാരെയും ഒരുപോലെ അംഗീകരിക്കണം. ഏതെങ്കിലും ഒരു പ്രവാചകനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇകഴ്ത്താനോ മറ്റുള്ളവരെ പുകഴ്ത്താനോ നിങ്ങൾ ഒരുമ്പെടരുത്, നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്വഭാവം അതാകരുത്. ഏത് നിങ്ങൾ ആകാൻ പാടില്ലെന്ന് ഏറ്റവും ഗൗരവത്തോടുകൂടി ഖുർആൻ ഈ പറഞ്ഞുവോ അത് തന്നെയാണ് മുസ്ലിങ്ങൾ. നിങ്ങൾ എല്ലായിടത്തും വീടിന്റെ മുന്നിൽ, പള്ളിയുടെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുസ്ലിം സമുദായം മൊത്തം പുറത്താക്കിയ ഒരു പാർട്ടി, ഒരൊറ്റ സമുദായത്തിലെ ഒരൊറ്റ സംഘടനക്കാരും ഇന്ന് വരെ ഖുർആൻ വിശ്വാസികളാണ് നമ്മെക്കുറിച്ച് ഇസ്ലാമിൽ പുറത്താനാണ് എന്ന് ധൈര്യസമേതമോ അല്ലാതെയോ പറയാൻ ഇന്നേ തയ്യാറായിട്ടില്ല. അത് 3 നിസ്കാരം എന്ന് പറഞ്ഞാലും ദീർഘസ്കാരം എന്ന് പറഞ്ഞാലും പിടിച്ചെടുത്ത് തയ്യാറില്ല. പക്ഷെ 5 നേരം കൃത്യമായും 50 നേരം പിന്നെ എത്രയായി നിശ്ചയിക്കുന്ന ഒരു പാർട്ടിന്റെ നമ്മുടെ കേരളത്തിലും ലോകത്തെല്ലായിടത്തും അതിയായി കണ്ണൂരിലാണ് കേരളത്തിൽ അതിന് ഉറവിടം. പക്ഷെ അവരെ കുറിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്താ പറഞ്ഞത്? സുന്നി മുജാഹിദ് ജമാഅത്ത് സകല മുജാഹിദുകളും ഉച്ചയിത്തരം പറയുന്നു അഹമ്മദികൾ കാഫിറാണ്. അഹമ്മദികൾക്ക് ഹജ്ജിന് മക്കത്തേക്ക് പോകാൻ പാടില്ല, വിസ കിട്ടൂല, പോകാൻ അനുമതിയില്ല.
അഹമ്മദിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് തടയപ്പെടും. ഇനി ഇവിടെ ഞാൻ രക്ഷപ്പെട്ടാൽ ഏതായാലും സൗദി അറേബ്യയുടെ എയർപോർട്ടിൽ നിന്ന് 100% തടയപ്പെടും. കാന്തിയാനികൾക്ക് മക്കത്ത് പോയിട്ട് ഹജ്ജില്ല, വേണമെങ്കിൽ മുക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്യാം, മക്കത്തില്ല. ഇതാണ് പ്രവർത്തനം. എന്റെ കാര്യം നിൽക്കാതെ ഇവരെക്കാൾ കൂടുതൽ 5 അല്ല 50 കൃത്യമായിട്ട് ചെയ്യുന്നവരാണ്. നോമ്പ് ഇവരെക്കാൾ കൂടുതൽ അളവിലുണ്ട്. കാലത്താണ് ഇതിനേക്കാൾ വലിയ പത്രികയൊക്കെ പോലെ വരുന്നത്. മനസ്സിലായി? പലത 1 അല്ല 3 ഓരോരുത്തരാണ്. എന്നിട്ട് ഒരു മുസ്ലിമാൻ വഹിക്കാൻ ചെയ്യാനില്ല. അവർ പ്രഖ്യാപിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരുടെ പള്ളികളിൽ, പള്ളിയുടെ വലിയൊരു അടയാളത്തല്ല, വലിയ അക്കത്തിൽ 2 അക്കം ചേർത്തിട്ടുണ്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല, മുസ്ലിം ആവേണ്ടി വേറെ ചിലത് വേണമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ മുസ്ലിമായി നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ കാര്യം തന്നെ ഇസ്ലാമിന്റെ കഷ്ടാണ്. നോക്കൂ നിങ്ങൾ എന്താണ് സംഭവിച്ചത്? അപകടം ഇവിടെ. കാരണം എന്ത്? وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. 6:153 വളരെ വ്യക്തമായി പഠിച്ചു പറയും. وأن هذا നിശ്ചയം ഇത്, പഠനം പറയും, ഇത് അഥവാ ഈ ഖുർആൻ സിറാത്തി അതാകുന്നു എന്റെ മാർഗം, എന്റെ വഴി അതാണ്. ഫത്തബിഉഹു നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക. വലാ തത്തബിഉ സുബുൽ മറ്റൊരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം, പക്ഷേ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യരുത്, അതിനെ നിങ്ങൾ പിന്തുടരരുത്. എന്താ കാര്യം? ഫതഫറഖ ബികും അൻ സബീലിഹി. ഈ മാർഗമല്ലാത്ത മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിന്തുടർന്നാൽ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കും, നിങ്ങൾ പിന്നിൽ. നിങ്ങൾ സൂക്ഷ്മാലുക്കളായി ജീവിക്കാൻ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാകാൻ നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത് ഇതാണ്. നിങ്ങൾ എല്ലാവരും ഒരാളും ഒഴിവാവാതെ നിങ്ങൾ സകലരും മുറുകെ പിടിക്കേണ്ട ഒരു കയർ, ഒരു ഭാഷം അല്ലാഹുവിന്റെ കയറാണ്. ആ കയറിന്റെ പ്രത്യേകത ലോകമൊട്ടുക്കുമുള്ള സകല മനുഷ്യരും ആ കയറിൽ പിടിച്ചാൽ ഇനിയും പിടിക്കാൻ സ്ഥലമുണ്ട് എന്നതാണ്. സകല ജനങ്ങളും പിടിച്ചാൽ പൊട്ടിപ്പോകില്ല എന്നതാണ്. ഹബ്ലുല്ലാഹിൽ മതീൻ, ശക്തിയുള്ള ഉറപ്പുള്ള കയർ. ഹബ്ലുല്ലാഹിൽ മതീൻ, ഉറപ്പുള്ള കയർ. അപ്പോൾ ആ കയർ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ചിഹ്നമായി. കേരളത്തിൽ 95 വർഷം കേരള മുസ്ലിംകൾക്കിടയിൽ രൂഢമൂലമായ മൂടുറച്ചുപോയ അന്ധവിശ്വാസങ്ങളെ പിഴുതെറിയാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. നമ്മൾ അംഗീകരിക്കുകയാണ്. പക്ഷേ ആദ്യകാല മുജാഹിദ് പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും ഖുർആൻ സൂക്തങ്ങൾ ഓതിക്കൊണ്ടായിരുന്നു ജനങ്ങളെ ഉപദേശിച്ചിരുന്നത്. എന്റെ നാട്ടിൽ തൊട്ടടുത്തുള്ള ഒരു ഹാജി ഉണ്ടായിരുന്നു, വെട്ടം അബ്ദുള്ള ഹാജി. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടുകഴിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം, വെട്ടം എന്ന് പറയുന്നത് തിരൂരിനടുത്തുള്ള പ്രദേശമാണ്. അദ്ദേഹത്തെ നേരിൽ കണ്ടവർ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. വെട്ടം അബ്ദുള്ള ഹാജി എന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ പുരോഹിതന്മാർ പ്രസംഗിക്കാൻ സമ്മതിക്കാറില്ല. അങ്ങനെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? നീളമുള്ളൊരു കത്തി കൊണ്ടുവന്നു സ്റ്റേജിൽ. പ്രസംഗത്തിന്റെ മുൻപ് പറയും, ഞാൻ ഇന്ന വിഷയങ്ങളൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്, അത് പറയാൻ എന്നെ സമ്മതിക്കില്ല എന്ന വാദക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ എന്ന നിലയ്ക്ക് ഒരു കത്തി കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. സത്യത്തിൽ കുത്താനല്ല, പേടിപ്പിക്കാൻ. അന്നത്തെ ചില സുന്നികളൊക്കെ പോലീസിനെ കേരള പോലീസിന്റെ തുപ്പി കണ്ടാൽ ചോദിച്ചു അന്നുണ്ടായി. അപ്പൊ അന്ന് കത്തി കൊണ്ടുവന്ന് വെച്ച് പ്രസംഗിക്കും. എന്നിട്ട് പ്രസംഗത്തിന്റെ ഉടനീളം ഒരു ഹദീസ് ഭ്രാന്ത് തട്ടാതിരിക്കാൻ വേണ്ടി പോലും അദ്ദേഹം പാരായണം ചെയ്യാറില്ല.
മറിച്ച് ശിർക്ക് ചെയ്യുന്നവർക്കെതിരെ, അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടും അർപ്പിക്കുന്നവർക്കെതിരെ ഖുർആനിന്റെ സൂക്തങ്ങൾ ഓരോന്നോരോന്നോരി അദ്ദേഹം ഒരൊറ്റ ഹദീസും അദ്ദേഹം ആദർശ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം മാത്രമല്ല, അക്കാലത്തുണ്ടായിരുന്ന പല പണ്ഡിതന്മാരും ഹദീസുകൾക്ക് തീരെ പ്രാമുഖ്യം നൽകാതെ തൗഹീദ് സ്ഥാപിക്കാൻ, ശിർക്കിനെ വിമർശിക്കാൻ, ശിർക്കന്മാരെ വിമർശിക്കാൻ ഓതിയിരുന്നത്, പാരായണം ചെയ്യുന്നത്, ഉപയോഗിച്ചിരുന്നത് ഖുർആനാണ്. പക്ഷേ കാലം മാറി. ഇവിടുത്തെ സുന്നികളോട് സമരസപ്പെട്ട് പോകുകയല്ലാതെ പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളിൽ നിന്ന് ബോധ്യം വന്ന മുജാഹിദ് പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും പിന്നെ എന്ത് ചെയ്തു വന്നില്ലേ? ഖുർആൻ മാത്രമല്ല, ഖുർആനിന് പുറമെ ഹദീസുകൾ മാത്രമല്ല, ഹദീസുകൾക്ക് പുറമെ പള്ളികളിലെ നാറിയ പുരാണങ്ങൾ കൂടി പ്രസംഗത്തിലും ക്ലാസുകളിലും അവതരിപ്പിക്കേണ്ടി വന്ന ദുരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയും. എന്ത് വിട്ടിക്കളം ചെയ്യുമ്പോഴും ചിന്തിക്കാറില്ലേ? ഒരാളെ മയ്യത്ത് പൊടിയിൽ വെക്കുമ്പോ മുജാഹിദും സുന്നിയും ജമാഅത്തും ഒക്കെ പറയുന്ന വാക്കില്ലേ? എന്താണ്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എന്താ സംഭവം? സംഭവം ഖുർആനിലെ ആയത്താണ്. പക്ഷെ ഖുർആനിലെ ആയത്ത് ഫിറ്റാണ്, അത് സാങ്കേതികമാണ്, പ്രസക്തമാണ്, പ്രായോഗികമാണ്. പക്ഷേ അത് അനവസരത്തിലും അശാസ്ത്രീയമായും യുക്തിയല്ല ഇല്ലാതെയും മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ എത്തരിക്കും. എവിടെ വിദ്യാർത്ഥിയാണ് ആദ്യം പറയണ്ട, നമുക്കറിയില്ലേ? ക്രിസ്ത്യാനികൾ വിദ്യാർത്ഥിയാണ്, അവരുടെ സ്വഭാവമാണ്. ഒരാൾ കുഴിയിലേക്ക് നോക്കുമ്പോൾ 3 കുടി മണ്ണെടുത്തിടുക എന്ന് ഇന്നും ക്രിസ്ത്യാനികൾ ചെയ്യുന്നതാണ്. ആ പെണ്ണും ക്രിസ്ത്യാനികൾ. അപ്പൊ ക്രിസ്ത്യാനികൾ ചെയ്യുന്നതൊക്കെ ചിലത് കക്ഷത്ത് വെച്ച് കൊണ്ടുവന്നു, മറക്കാതെ കൊണ്ടുവന്നു, അതിൽപ്പെട്ടതാണ്. ഏതാവട്ടെ, എന്താ ഇതിന്റെ അർത്ഥം? നിന്ന അതിൽ നിന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ഏതാണ്? മണ്ണിൽ നിന്ന്. മണ്ണിൽ നിന്നാണ് പറയാൻ പാടില്ല. നിയമമാണ്. കാരണം മണ്ണ് എന്നത് മുലക്കറാണ്, അഥവാ പുല്ലിംഗമാണ്. പുല്ലിംഗത്തിലേക്ക് മിൻഹു എന്നല്ലാതെ മിൻഹ എന്ന് പറയാൻ പാടില്ല. പിന്നെ മിൻഹ ഖലഖനാകും, അതിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. ഏതിൽ നിന്ന്? മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്നാണോ? മണ്ണിൽ തഴച്ചു വളർന്ന സസ്യങ്ങളും പഴങ്ങളും അതേപോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഭക്ഷിച്ചാൽ നിങ്ങൾ ഉണ്ടായത് എന്നല്ലാതെ മണ്ണിങ്ങനെ കുഴച്ച് മൂശാലിപ്പോൾ എടുത്തിട്ട് നിങ്ങൾ ഒഴിച്ചിട്ടാക്കിയതെന്നാ എന്ത് പങ്കത്തര പറയുന്നത്? ആ ചെറിയ കുട്ടികളുടെ തലയിലേക്ക് മടിച്ചു കയറ്റിയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തൊക്കെ കയറ്റിയാലുണ്ട്. നമ്മുടെ കുട്ടികളില്ലേ, ഇനി മദ്രസയിൽ പോകുന്ന 7 മണിക്കാണ് പോവാം. 5 വയസ്സായ കുട്ടികൾ മദ്രസയിൽ ചേർന്നപ്പോൾ 7 മണിക്ക് പോയിട്ട് അവിടെ പഠിക്കുന്ന കാര്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളത് ഏതാ? മുഹമ്മദ് നബിക്ക് 21 ഉപ്പാപ്പമാരുണ്ട്. ഇത്രേ ഉള്ളൂ. 21 പിന്നെയും വേണ്ടേ? 21. എനിക്ക് 3 തലമുറ ഉണ്ടെന്നാണ് പിന്നെ എന്നെ അപ്പുറത്തേക്ക്. മുഹമ്മദ് നബിക്ക് 21 ഉപ്പാപ്പമാരുണ്ട്. എന്നിട്ടോ ആരാണത്? അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈബിലാബുൻ മുർറത്തുൻ കഅബുൽ ലുഐ ഗാലിബ് തിദ്രി മാലികുൻ നദറുൻ ലുഹൈ. ഒറ്റ മുസ്ലിമില്ല, ഒറ്റ മുസ്ലിമില്ല. ഉത്തരവാദിത്വത്തോടെ പറയുന്നത് 23 ഉപ്പാപ്പന്മാരുടെ എണ്ണി 1 ഉപ്പേട്ടോ. 1 ഉപ്പേ. ഉപ്പ ഒരു മുസ്ലിം അല്ല. ആരാ പറഞ്ഞത്? മുസ്ലിം. സഹീഹ് മുസ്ലിം പറയുന്നു മുഹമ്മദ് നബിയുടെ ഉമ്മയും ബാപ്പയും മുസ്ലിം അല്ലെന്ന്. ഇവിടെ സേവനാണ് പറയുന്നത്. സുന്നത്ത് ജമാഅത്തുകാർ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത സേവനം, മുഹമ്മദ് നബിയെ സ്നേഹിച്ച സേവനം. നബിയുടെ അടുത്ത് ഒരാൾ വന്നോത്രേ, വന്നിട്ട് ചോദിച്ചത്രേ, അയിന അബിയ റസൂലല്ലാഹ്, എന്റെ ബാപ്പ എവിടെയാണ് നബിയെ? നബി കണ്ണ് ചിഞ്ഞിരട്ട മറുപടി. എന്താണ്? ഇന്ന അബാക്ക പിന്നാ, എന്റെ ബാപ്പ നരകത്തിലാ. ഏതെങ്കിലും ഒരു ചങ്ങാതിയോട് എത്ര ദേഷ്യം ബാപ്പാനോടുണ്ടെങ്കിലും
നിന്റെ ബാപ്പ നരകത്തിലാണെന്ന് പറഞ്ഞാൽ മകൾക്കൊന്നും കൊടുക്കും. ഇയാൾ കേട്ടപ്പോ നബിയായതോടൊന്നും കിട്ടിയില്ല, പക്ഷെ ദേഷ്യത്തോടു കൂടി തിരിഞ്ഞാണ്. തിരിഞ്ഞ് നടന്നപ്പോ ഇയാളെ വിളിച്ചോണ്ട് പറഞ്ഞു, ഇതേ തിരിഞ്ഞുപോയത് നിനക്ക് പേടിയായിരുന്നു, എന്റെ ബാപ്പ നരകത്തിലാന്ന് പറഞ്ഞപ്പോ എന്നാ പേടിക്കണ്ട, കൂട്ടിന് ഒരാളും കൂടി അതായത് ഇന്ന അതീവ അഭാഷ പിന്ന എന്റെ ബാക്കി നരകത്തിലേക്ക്. നിങ്ങൾ മുസ്ലിമിന്റെ ഹദീസാണ്. അതേപോലെ അദ്ദേഹത്തിന് ഉമ്മയും മുസ്ലിക്കായിരുന്നു മുസ്ലിം എന്താ എന്ന് എഴുതിച്ചു. അതോ പ്രവാചക സ്നേഹം തുളുമ്പുകയാണെങ്കിൽ റബീഉൽ 12 ഇന്ന് എന്നിട്ട് ആ തുളുമ്പിയിട്ട് ഇത് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറുണ്ടോ? എന്തൊക്കെ അസംബന്ധം പറഞ്ഞാലും പറയുന്നത് നബിയെ കുറിച്ചായാൽ അത് വലിയ മധുരാനാകാരണം. എന്തെല്ലാം നമുക്ക് പറയാൻ നേരമില്ല, അത്രത്തോളം നിർമ്മാണിക്കാറുണ്ട്. അപ്പൊ എന്ത് സംഭവം വിശുദ്ധ ഖുർആൻ അതിന്റെ പാഠങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും സമുദായം വ്യതിചലിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിം സമുദായം ഖുർആൻ എന്നേക്കുമായി കുഴിച്ചുകൂടി. ഖുർആനിൽ നിന്ന് മുസ്ലിംകളെ അകറ്റാൻ 2-3 മാർഗങ്ങൾ സ്വീകരിച്ചു. ഒന്ന്, ഖുർആൻ ഒതുങ്ങാതെ തുടങ്ങിട്ടോ എന്ന് പഠിപ്പിച്ചു. എല്ലാവർക്കും പൊതുണ്ടാക്കാൻ എപ്പോഴും പറ്റൂ. അപ്പൊ എന്തായി പൊതുത്തൊക്കെ തുടങ്ങുന്ന സാധനമില്ല, എന്താ പിന്നെ തുടങ്ങിയില്ല. അങ്ങനെ പിന്നെ ഖുർആൻ ഉണ്ടായി അബദ്ധത്തിലെങ്ങാനും തൊട്ടു പോകുമെന്ന് കരുതിയിട്ട് അർത്ഥത്ത് തൂക്കി. ഇനി ആ സാധനം അർത്ഥത്തിൽ നിന്ന് താഴോട്ടിറങ്ങി ഒന്നുകിൽ ആരെങ്കിലും മരിക്കണം, അല്ലെങ്കിൽ നോമ്പ് വരണം. മൂന്നാമത്തത്, ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരെ സൂക്ഷിക്കണേ. ഒരു ഹദീസിലെ ഖുർആൻ പഠിച്ച പണ്ഡിതന്മാർ സൂക്ഷിക്കണം. എന്താ? ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരെ നന്നായി ചെക്ക് ചെയ്തിട്ടേ മറ്റേ സ്വർഗത്തിലേക്ക് വിടുള്ളൂ. നല്ല പരിശോധന ഉണ്ട്. ഹദീസ് പഠിച്ചവർക്ക് ഒരു കുഴപ്പമില്ല, ഫ്രീ പാസ് എന്ന് ഹദീസിലെ. പിന്നെ ആർക്കുണ്ടാവും ഇത്ര ഇടങ്ങളായിട്ട് സാധനം പഠിക്കും വേണം, പിന്നെ ലക്ഷത്തിൽ ഇടപ്പുറം വേണം എന്നാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിന് പോണ്ട. നോക്കൂ, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ. ഇങ്ങനെ മുസ്ലിം സമുദായത്തെ വിശുദ്ധ ഖുർആനിൽ നിന്ന് യഥാ ഖുർആൻ ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു ഭാഗത്തു കൂടെയും ബാത്തില് വരികയില്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിന്റെ വിരുന്നുകാരനാണ്. അവരിൽ നിന്ന് അവതീർണമായതാണ് ഖുർആൻ. ഈ ഖുർആൻ നിങ്ങളെ എങ്ങോട്ടെത്തിക്കും? സത്യസമ്പൂർണമായ മാർഗത്തിലേക്ക് എത്തിക്കും. പക്ഷെ അവിടെയും ഹദീസുകൾ ഉണ്ടാക്കി. ഹദീസുകളുടെ ആധിക്യം ഖുർആനിന്റെ മുകളിലേക്ക് എത്തിച്ചു പ്രയത്നമാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾക്ക് ഒരു ആള് ഖുർആൻ പഠിക്കേണ്ടതില്ല, സ്ത്രീകൾ തീരെ പഠിക്കേണ്ടതില്ല. അവർക്ക് എന്ത് ചെയ്യണം? അല്ലിമുകുന്ന സൂറത്തന്നൂർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിക്കാൻ പരിഭാഷ പഠിപ്പിക്കാനല്ല വേണ്ടത്, ഓതാൻ പഠിപ്പിക്കാൻ. എന്തിനാ ഓതുന്നത്? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും ഒരു അക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ വലഹു ഹസന, അവർക്ക് ഒരു കൂലിയുണ്ട്. ഒരു കൂലി എന്ന് പറഞ്ഞാൽ 1 ന് 10 എന്ന് വെച്ചിട്ടാണ്. എന്നത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയില്ല. അലിഫ് ഒരു ഹർഫ്, മീം മറ്റൊരു ഹർഫ്, ലാം മറ്റൊരു ഹർഫ്. അലിഫ് ലാം മീം എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാരായണം ചെയ്താൽ 30 അക്ഷരം പാരായണം ചെയ്ത ഫലം കിട്ടി. ബുഖാരി, മുസ്ലിം. ആരെങ്കിലും ഖുർആൻ പഠിക്കോ? എന്തിനു പഠിക്കണം? പഠിക്കാനത്ര കൂടി കിട്ടുകയാണ്. തൊട്ടാൽ തുടങ്ങി ഓതും. ഇനി തുടങ്ങണില്ല. അലിസ്ലാം മീം എന്ന് എവിടെങ്കിലും ഉറക്കത്തിൽ പറഞ്ഞാലും ഒരു 30 ലക്ഷത്തിന് കൂടി കിട്ടി. പക്ഷെ പഠനം പാടില്ല. ഞാൻ ഇപ്പോഴും ഓർത്തു പോകുകയാണ്. ഗ്രാമർ പഠിക്കുന്ന കാലം, അറബി ഗ്രാമർ പഠിക്കുന്ന കാലത്ത് ഈ തെളിവിന് വേണ്ടിയിട്ട് ചില ആയത്തുകൾ വരും. ആ ഗ്രാമറിന്റെ ആ ഉപയോഗം നടന്ന തെളിവിന് വേണ്ടി ഒരു ആയത്ത് വരും. ഒരുപാട് ആയത്തുകൾ വരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്
ശരിക്കും അങ്ങോട്ട് മനസ്സിൽ ഉറക്കണമെങ്കിൽ ഈ ആയത്തിന്റെ അർത്ഥം കിട്ടണം. അതെടുത്താല് എനിക്ക് ഓർക്കാറില്ല. അത് ഒന്നാമത് ചോദിക്കും ഇതിന്റെ അർത്ഥം എന്താണ്, ആയത്തിന്റെ അർത്ഥം. ആയത്തിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല, പഠിച്ചു പോകും. ആ ആയത്തിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല, പഠിച്ചു പോകുന്നു. പഠിച്ചോ പറഞ്ഞതോ ലിയുഖ്രിജക്കും മിന ദുൽമാതിൻ നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനാണ് ഖുർആൻ. വിലവരാണ് പഠിപ്പിക്കുന്നത്, വെളിച്ചത്തിൽ നിങ്ങൾ ഇരുട്ടിലേക്കാകും. ഖുർആൻ പഠിച്ച ഏതാ സ്വീകരിക്കുക, ഏതാ സ്വീകരിക്കുക? ഇപ്പോൾ നിങ്ങൾ കാണാനില്ലേ, കേൾക്കാനില്ലേ ഖുർആൻ ക്ലാസുകൾ എന്ന പേരിലുള്ള ക്ലാസുകൾ? വലിയ പേരുണ്ടാവും, ഖുർആൻ ക്ലാസ്. അതൊക്കെ ഉള്ളൂ, ആ ഒരു ബാനർ മാത്രമേ ഉള്ളൂ. അവിടെ ആദ്യം മുതൽ അവസാനം വരെ ഹദീസ് മാത്രമായി. രാത്രി കെട്ടാതിരിക്കാൻ വേണ്ടി ഒരു ആയത്ത് ആദ്യം മുതൽ ആ ആയത്ത് പോലും ഈ വിഷയത്തിൽ, ഈ പ്രഭാഷണത്തിൽ ക്ലാസ്സിൽ ചർച്ച ചെയ്യില്ല. വെറുതെ നമ്മളെ എന്താ പറയാ, ആർക്കെങ്കിലും ഒരു വൈഭവം തോന്നണ്ടാണെന്ന് നിലയ്ക്ക് ഒരായത്തവിടെ ഓടിയിടും, പിന്നെ മുഴുവൻ ഹദീസാണ്. അതേസമയത്ത് ഒന്ന് ഖുർആനിലേക്ക് വരൂ. നിങ്ങൾ ഖുർആൻ ക്ലാസ് എന്ന പേരിൽ അവതരിപ്പിക്കുന്നതിലെങ്കിലും ഒരു ഖുർആൻ സൂക്തമെങ്കിലും നിങ്ങളൊന്ന് അർത്ഥം പറയൂ. ശരാശരി അതൊന്ന് അർത്ഥം പറഞ്ഞു കൊടുത്താൽ ജനങ്ങളുടെ മനസ്സിൽ തുടരും. ഇപ്പോഴും നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇപ്പോഴും എന്താണ്, ഞാനിപ്പോ ഈയിടെ ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ ക്ലാസ് പോയി, എന്നെ വല്ലാതെ ക്ഷണിച്ചു പോയതാണ്. നിങ്ങൾ എടുക്കണം എന്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ക്ഷണിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ ക്ലാസ് നിങ്ങൾക്ക് കഴിക്കൂല, അതുകൊണ്ട് ക്ലാസ്സൊന്നും ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ എടുക്കുന്നത് ഞാൻ കേട്ടോളാം പറഞ്ഞത്. എന്താ വലിയ പ്രധാനപ്പെട്ട വിഷയം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ടുന്ന ദുആ, പുറത്തു വന്നാൽ ഇത് അകത്തേക്ക് കയറുമ്പോഴുള്ള ദുആ. ഞാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ലേ? ഇപ്പോൾ ഇതേ പറഞ്ഞ് കടന്നിട്ട് കാലം ഉയരുകയാണ്. എഴുതുന്നത് വളരെ ലോകം മുഴുവൻ ഖുർആനിന്റെ ചർച്ച നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ, ഇറങ്ങാൻ പോകേ ഉള്ളൂ. ഒന്ന് നോക്കൂ സഹോദരന്മാരെ, ബാത്റൂമിൽ കയറുമ്പോ അതങ്ങനെ വല്ലാതെ മുഖ്യ കാണാൻ ഏത് ദുആ ചെയ്യുന്നത് അപ്പായി. പിന്നെ മറ്റൊരാണെങ്കിലോ സുന്നത്ത് ജമാഅത്തിന് അതിന്റെ 26 കേന്ദ്രനുസരിച്ച് നടക്കുന്നത്, അതിന് പിന്നെ എല്ലാത്തിനും മൊയ്യന്മാരായിരിക്കും. യാത്ര പോകുമ്പോ സ്വന്തം ദ്വാര പറ്റൂല, മൊയ്യനെ വിളിക്കണം. വന്നാലും ദ്വാ, കുട്ടികൾ ഉണ്ടാവാൻ ദ്വാ, ഇല്ലെങ്കിൽ ദ്വാ, ഉണ്ടായാലും ദ്വാ. ആ നമുക്ക് നിങ്ങൾ ജനിച്ചാൽ ദ്വാ, ജനിച്ചില്ലെങ്കിൽ ദ്വാ. എന്തെങ്കിലും ജനിക്കാൻ, ജനിച്ചാലോ ജനിച്ചെങ്കിൽ ദ്വാ, ജനിച്ചില്ലെങ്കിലോ ജനിക്കാൻ, അല്ല ജനിച്ചില്ലെങ്കിൽ ജനിക്കാൻ വേണ്ടി ദ്വാ, മരിച്ചാൽ ദ്വാ. ആ മരിച്ചില്ലെങ്കിൽ ദ്വാ, എന്തെങ്കിലും മരിക്കാം. അത് പറയുന്നല്ല, ഇത് സുഖലായിരിക്കുന്ന ആൾക്കാർ വാപ്പ സ്ഥാനെ കുറെ ദിവസം നിങ്ങളുടെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഉസ്താദെ അറിയിക്കുന്ന പോലെ ശരിയായത് മരിക്കാൻ വേണ്ടി പറയും. ആ നടക്കും, വെറുതെ പറയുന്നതിലുണ്ടോ, നടപ്പുള്ള നാട്ടിൽ നടപ്പുള്ളതാണ്. നീ കണ്ണൂർക്കാർ സംബന്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മലപ്പുറത്തേക്ക് പറയും. ഞങ്ങളുടെ നാട്ടുകാർ മരിച്ചിരിക്കുന്നു, ആ മരിക്കാൻ അങ്ങനെ നോക്കൂ. നിങ്ങൾ സകല മൂല്യം മൊയ്യാമാരെ ഏൽപ്പിച്ചാണ് ഒരവസ്ഥ വരച്ചു. ബസ് പോകുമ്പോൾ കേൾക്കണം, മൊയ്യാൻ പറ്റും. ബസ് കാത്തു പോവുകയാൽ അൽഫാത്തി വിളിക്കുമ്പോഴേക്ക് ബസ് മാറ്റുള്ളൂ. ഇങ്ങനെ ദുആ നടത്തുന്ന ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇവിടെ മറ്റൊരു വിളിക്കാൻ പറ്റുമോ? ഇതും ദുആ ഏത് ഭാഷയിലും സാധനം. ഇത് മനസ്സാക്കി മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതല്ലേ. എന്തെല്ലാം വിവരക്കേടാ ചില ആളുകൾ ദുആയിൽ പറയുന്നു. ശൈലി, ഗ്രാമർ തെറ്റ്, ആശയം തെറ്റ്, ആദർശം തെറ്റ്, ഒരുപാട് ഒരുപാട് പണ്ട് ജാമിയ നബവി അറബി കോളേജ് മുജാഹിദിന്റെ സുപ്രസിദ്ധമായ കോളേജാണ്, ഇന്നും അന്നും. ആ കോളേജിൽ ഒരാൾ കുതുബ നടത്തുകയാണ്. ഞാനുണ്ട് ആ സദസ്സിൽ. ജുമാ കുതുബ നടത്തുന്ന ആ ജുമായിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. വലിയ ഹത്തീബാവാണ് യോഗ്യത എന്നാണ് ഞാൻ പറയേണ്ടത്. അങ്ങനെ കുതുബയുടെ അവസാനം ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് വിജയവാക്കാണല്ലോ. അങ്ങനെയാണ് പറയുന്നത്. കുതുബൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹത്തീബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിന് തെറ്റുണ്ട്, അതാ ഉപയോഗിച്ച ശൈലി തെറ്റാണ്. ഒന്നുകിൽ ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് എന്ന് പറയണം, അതല്ലെങ്കിൽ ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത് എന്ന് പറയണം. ഇത് രണ്ടുമല്ലാത്തൊരു ശൈലിയാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ഇന്നത്തെ മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് എന്ന് പറയാൻ പാടില്ല. തെറ്റാണ്, ഗ്രാമർ തെറ്റാണ്, ആശയം തെറ്റായിരിക്കും.
അപ്പൊ ഇയാളൊന്ന് കുറഞ്ഞു. എന്താ പറയാൻ കാരണം? മുമ്പാരും പറഞ്ഞിട്ടില്ല. പറയാൻ കാരണം മുമ്പാരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കാര്യം തെറ്റാവണമെങ്കിൽ അത് തെറ്റാണെന്ന് മുമ്പൊരുത്തൻ പറയണമെന്ന് നിയമം മാറരുത്. ഒരു ശരി 100% ബോധ്യമായാൽ അത് ശരിയാണെന്ന് പറയാൻ മറ്റുള്ളവരെ സർട്ടിഫിക്കറ്റ് എടുക്കുവാൻ പറ്റുമോ നമുക്ക്? ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. അത് ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ കൂടാൻ നോക്കണം, അല്ലെങ്കിൽ ഭാഷ നോക്കണം, ഗ്രാമം നോക്കണം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നത് നമ്മുടെ കുട്ടികൾമാരും മൊഴിമാരും മനസ്സിലാക്കി വെച്ച് കുറച്ച് കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ നറബ അടിച്ചു. ഈ ഒരു കാര്യത്തിലോ നരബല്ലാഹു മസലൻ, അല്ലാഹു ഉദാഹരണം അടിക്കുന്നു എന്നർത്ഥം വെക്കാൻ പറ്റും. വൈദാ നർബത്തും ഫിൽഅർളി, നിങ്ങൾ ഭൂമിയിൽ അടിച്ചാൽ എന്നർത്ഥം വെക്കാൻ പറ്റുമോ? വദിൽബൂഹുന്ന, നിങ്ങൾ ഭാര്യമാരെ കുറിച്ച് അടിച്ചോളൂ എന്നർത്ഥം വെക്കാൻ പറ്റും. അപ്പോൾ നറബ ഉദാഹരിച്ചു, ഗുണിച്ചു, സങ്കല്പിച്ചു എന്നൊക്കെ അർത്ഥം. കഥ അസാരിക്കു അസാരിക്കു ഫഖ്തഉ ഐദിയഹുമാ, കള്ളന്റെയും കള്ളിയുടെയും കൈകൾ നിങ്ങൾ മുറിക്കുകയും എന്നർത്ഥം വെച്ചു. ഇതിനർത്ഥം വെച്ചോർ സൂറത്തുൽ അൽ ബഖറയിൽ ചെയ്യും. അല്ലദീന യഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അൻ യുസൽ വയുഫ്സിദൂന ഫിൽ അർദ്, കുടുംബബന്ധങ്ങൾ മുറിക്കുന്നവർ, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, അല്ലാഹുവിന്റെ കോപത്തിന് അർഹരാണ് എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങനെ കുടുംബബന്ധം മുറിക്കുക. ഏതാണ് അതിന്റെ കത്തി? ഏതെങ്കിലും കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടാണോ കുടുംബബന്ധം മുറിക്കുന്നത്? അല്ല. അവരുമായിരുന്ന അകൽച്ച, അവരുമായിരുന്ന പിണക്കം, അവരുടെ ആഘോഷങ്ങളിലും ആവേശങ്ങളിലും വിട്ടുനിൽക്കുക തുടങ്ങിയ ഇങ്ങനെയുള്ള മുറി. അത് എവിടെന്തായി? കഴിഞ്ഞു കയറാനും തെന്ന് കയറാനും ഒരേ കൽപ്പന കെട്ടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ്? ആ അവസ്ഥ എല്ലായിടത്തേക്കും നരബ അടിച്ചു വെട്ടി അടിച്ചു വെട്ടി ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ അനുപമമായ പവിത്രമായ അതിന്റെ സൂക്തങ്ങൾക്ക് നേരെ കയ്യോടുകയുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ചൈതന്യം ജനങ്ങളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ആ സ്ഥാനത്ത് മനുഷ്യനിർമ്മിതമായ ബുഖാരി, മുസ്ലിം, തുർമദി, ഇബ്നു മാജ, അബൂ ദാവൂദ്, നസായി തുടങ്ങിയ ബിംബങ്ങളെ, തുടങ്ങിയ മൂർത്തികളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഖുർആനിൽ നിന്ന് അകറ്റി. ഫലമോ മുസ്ലിങ്ങൾ കുറെ ജനക്കൂട്ടങ്ങളായി മാറി. ആദർശമില്ലാത്ത, ആശയമറിയാത്ത, തങ്ങളുടെ വേദഗ്രന്ഥം എന്തെന്നറിയാത്ത കുറച്ച് ആൾക്കൂട്ടമായി മാറി. ആ അവസ്ഥ മാറണം. എന്നിട്ട് ബുഖാരിയെ, മുസ്ലിമിനെ, അബൂദാവൂദിനെ, നസായിയെ, ഇബ്നു മാജയെ വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ തെറ്റുപറ്റാത്ത എന്ന് അല്ലാഹു തന്നെ പ്രഖ്യാപിച്ച ആ അനുപമ ഗ്രന്ഥത്തെ പുൽകാൻ, അത് സ്വീകരിക്കാൻ, ആ ആദർശം അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ എന്ന് തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ അവർക്ക് ഉയർച്ച, വളർച്ച, അതേപോലെ തന്നെ അഭിമാനം ഉണ്ടാക്കിയുള്ളൂ എന്നത് തർക്കമില്ല. അതുകൊണ്ട് നമ്മുടെ യാത്ര നാം തുടരുക. ഏതെങ്കിലും അപശബ്ദങ്ങൾ, ഏതെങ്കിലും ചില കുരകൾ കേൾക്കുമ്പോൾ നാം നമ്മെ തളർത്തിക്കൊണ്ട് നമ്മുടെ കുടിയിലേക്ക് നാം ഓടിക്കാനാൻ പാടില്ല. കുരക്കുന്നവർ കുരക്കട്ടെ. നമ്മുടെ യാത്ര വിജയം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരിലും എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും അല്ലാഹുവിന്റെ അനുഗ്രഹം സദാ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി, സമാധാനം. സലാമുൻ അലൈക്കും.